അപ്പോൾ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ LDFിനുണ്ടായത് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അപ്പോൾ എങ്ങനെ ഈ തിരിച്ചടി ഉണ്ടായി എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് സമൂഹ മാധ്യമത്തിൽ. നമുക്കറിയാം, പലപ്പോഴും ഇത്തരം ചർച്ചകൾ നടക്കുമ്പോൾ അത് ഒരുപാട് തമാശകളൊക്കെ കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള തരത്തിലുള്ള ചർച്ചകളായിരിക്കും. എന്തായാലും സന്ദേശം സിനിമയും എന്തുകൊണ്ട് തോറ്റു എന്ന അതിലെ ഡയലോഗുകളും ഒക്കെ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പാറിപ്പറന്ന് നടക്കുന്ന സമയമാണ്. എന്തായാലും CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് വാർത്താസമ്മേളനം വിളിച്ചിരുന്നു. ഏതാണ്ട് 48 മണിക്കൂറിനിപ്പുറമാണ് ഒരു ഔദ്യോഗിക പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. നമുക്കറിയാം, CPM സംസ്ഥാന സെക്രട്ടറി സാധാരണ മാധ്യമങ്ങളെ കാണുമ്പോൾ 1 മണിക്കൂറൊക്കെ നീളുന്ന വാർത്താസമ്മേളനമായി അത് മാറാറുണ്ട്. പക്ഷേ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം ഇന്ന് സംസാരിച്ച് മടങ്ങുന്നതാണ് കണ്ടത്. തെരഞ്ഞെടുപ്പിലുണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് പറഞ്ഞത്. സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ടായി, ജനങ്ങളെ ആകെ വിശ്വാസത്തിലെടുത്ത് തിരിച്ചടി പരിശോധിക്കും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. പാർട്ടിക്ക് തെറ്റുകൾ തിരുത്തി തിരിച്ചു വന്ന ചരിത്രമാണുള്ളതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. മെയ് ജൂൺ മാസങ്ങളിൽ പാർട്ടി ഘടകങ്ങൾ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. കീഴ്ഘടകങ്ങളുടെ അഭിപ്രായം കേട്ട ശേഷം ഭരണത്തിൽ തിരിച്ചെത്താൻ വേണ്ട തിരുത്തലുകൾ നടത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. MV ഗോവിന്ദന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ LDFിന് 37.6% വോട്ടാണ് ലഭിച്ചത്. അത് താരതമ്യേന കുറഞ്ഞ ശതമാനം വോട്ട് തന്നെയാണ്. എന്നാൽ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 2019 35.1%, 2024 33.35% വോട്ടുകളാണ് LDFിന് ലഭിച്ചിരുന്നത്. ആ സന്ദർഭത്തിലെല്ലാമുള്ള തിരിച്ചടിയിൽ നിന്ന് പാഠം പഠിക്കുകയും ജനങ്ങൾക്ക് ബോധ്യമാകും വിധത്തിൽ തിരുത്തലുകൾ വരുത്തിയും ഇടതുപക്ഷം തിരിച്ചു വന്ന ചരിത്രമാണ് കേരളത്തിൽ ഉള്ളത്. വിലയിരുത്തലുകൾ സത്യസന്ധമായിരിക്കും. അത് സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യത്തോടുകൂടി മെയ് ജൂൺ മാസങ്ങളിൽ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വിളിച്ചു ചേർത്ത് എല്ലാ സഖാക്കൾക്കും പറയുന്നത് കേൾക്കാനും മുഖവിലക്കെടുക്കാനും സാധിക്കണമെന്നാണ് ഇപ്പോഴും പാർട്ടിയെ ആദ്യം തന്നെ ആലോചിച്ചത്. MV ഗോവിന്ദൻ വളരെ ചുരുങ്ങിയ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ ജനങ്ങളെ ആകെ വിശ്വാസത്തിലെടുത്ത് തിരിച്ചടി പരിശോധിക്കും എന്നതാണ്. അത് സത്യസന്ധമായിരിക്കും എന്ന ഒരു വാക്കുകൂടി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കാണേണ്ടതാണ്. പാർട്ടിക്ക് തെറ്റുകൾ തിരുത്തി തിരിച്ചു വന്ന ചരിത്രമുണ്ട് എന്ന കാര്യവും ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ മാധ്യമങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് ചോദിക്കാൻ ഓരോരുത്തർക്കും അറിയാൻ നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത്തരം ചോദ്യങ്ങളോടൊന്നും പ്രതികരിക്കാൻ ഈ വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ തയ്യാറായില്ല എന്നതായിരുന്നു സാഹചര്യം. എന്നാൽ ഇതിനിടെ ഒരു വിവാദമാകുന്ന പ്രസ്താവനയും CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായി. തെരഞ്ഞെടുപ്പ് അവലോകന ചർച്ചകളിൽ സ്വതന്ത്രവും നിർഭയവുമായ അഭിപ്രായം പറയാൻ സഖാക്കൾക്ക് അവസരമൊരുക്കും എന്നതായിരുന്നു MV ഗോവിന്ദന്റെ ഒരു ശ്രദ്ധേയമായ പരാമർശം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് CPMൽ അതിന് ഇതുവരെ അവസരമുണ്ടായിരുന്നില്ല എന്നൊരു സൂചന കൂടി നൽകുന്നതാണ്. അപ്പോൾ എന്താണ് ആ വിഷയത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞതെന്ന് കൂടി കേൾക്കാം. പാർട്ടി സഖാക്കൾക്ക് നിർഭയമായും സ്വതന്ത്രമായും അവരുടെ ഘടകങ്ങളിൽ അഭിപ്രായങ്ങൾ പറയാൻ അവസരമൊരുക്കണം എന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ അഭിപ്രായം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റും 2 ദിവസം നീണ്ടു നിൽക്കുന്ന ജില്ലാ കമ്മിറ്റികളും ചേരാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ഏരിയ കമ്മിറ്റികളും, കേരളത്തിലെ മുഴുവൻ ഏരിയ കമ്മിറ്റികളും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ചേർന്ന് പരിശോധിക്കണം, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം എന്നിപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് ഇന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ CPM സംസ്ഥാന സെക്രട്ടറി ഈ തോൽവിയെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ഇപ്പോൾ VV അരുൺ ചേരുകയാണ്. അരുൺ, എല്ലാ തവണയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളെക്കാൾ വളരെ വ്യക്തവും കൃത്യവുമായിരുന്നു ഇന്നത്തെ അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നത് നമുക്ക് കാണാം. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ അതിൽ ഒരുപാട് അർത്ഥതലങ്ങൾ ഉള്ള ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ആദ്യം എന്താണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് പ്രാഥമികമായി പാർട്ടി നടത്തിയിരിക്കുന്ന വിലയിരുത്തൽ എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്? അതിനെക്കുറിച്ച് അതാണ് ഇനിയും അറിയേണ്ടത്. എന്താണ് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് രാവിലെ മുതൽ ചർച്ച ചെയ്തിട്ട് അതെന്താണെന്ന് പറയാൻ MV ഗോവിന്ദൻ തയ്യാറായില്ല. സെക്രട്ടേറിയറ്റ് അവസാനിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം അതിനിടയ്ക്ക് നടന്നതാണ്. 3 മണിക്ക് ഉച്ചഭക്ഷണ ശേഷം സെക്രട്ടേറിയറ്റ് ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം വന്ന തൊട്ടു പിന്നാലെ MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ട് പാർട്ടി നിലപാട് വ്യക്തമാക്കിയിരുന്നു. പിന്നീട് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പും പുറത്തു വന്നു. ഈ ഏതാണ്ട് 48 മണിക്കൂർ ആകുന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട്. ഇതുവരെയും പ്രതികരിക്കാത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. സംസ്ഥാന സെക്രട്ടറി നേരത്തെയും പ്രതികരിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലും എന്തുകൊണ്ട് തോറ്റു എന്നതിൽ വ്യക്തമായ ഒരു ഉത്തരമോ മറുപടിയോ ഇല്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞെട്ടിക്കുന്ന പരാജയമെന്ന് ആദ്യ ദിവസം ആദ്യ മണിക്കൂറിൽ പറഞ്ഞ അതേ നിലപാട് അദ്ദേഹം ആവർത്തിക്കുന്നു. ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു, ഇത് വിശദമായ ചർച്ചയുണ്ടാകും. സാധാരണഗതിയിൽ പാർട്ടി മേൽഘടകങ്ങൾ ചർച്ച ചെയ്ത് ഒരു അവലോകന റിപ്പോർട്ട് തയ്യാറാക്കി കീഴ്ഘടകങ്ങൾക്ക് ബ്രാഞ്ച് തലം വരെ അത് ചർച്ച ചെയ്യാൻ അയച്ചു കൊടുക്കുകയാണ് CPMന്റെ പതിവ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന് വിപരീതമായി കീഴ്ഘടകങ്ങളിൽ ചർച്ച ചെയ്ത് മേലോട്ട് വരട്ടെ എന്ന നിർദ്ദേശം നൽകി. ആ രീതിയാണ് ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പ്രഹരത്തിന് ശേഷവും CPM സ്വീകരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, MV ഗോവിന്ദൻ നിരന്തരം ഈ തെരഞ്ഞെടുപ്പ് സമയത്തും അതിനു മുമ്പുമൊക്കെ തന്റെ വാക്കുകളിലെ പരാമർശങ്ങളിലെ തെറ്റുകൊണ്ട് കുഴപ്പങ്ങൾ കൊണ്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു എന്ന വിമർശനം അതിശക്തമായിരുന്നു CPMൽ. തെരഞ്ഞെടുപ്പിന് ശേഷവും സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളടക്കം ഇന്ന് MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം അറിയിച്ചുകൊണ്ട് CPM സംസ്ഥാന കമ്മിറ്റിയുടെ പേജിൽ പോലും വലിയ വിമർശനം പാർട്ടി സെക്രട്ടറിക്കെതിരെ ഉയർന്നു വന്നു. പാർട്ടി സെക്രട്ടറി മാറി നിന്നാൽ മാത്രം മതി, ബാക്കി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്ന അഭിപ്രായങ്ങൾ ഇതിൽ ഉയർന്നു വന്നു. അതിനൊടുവിലാണ് ഇന്ന് അദ്ദേഹം മറ്റു വളരെ ഗുരുതരമായ ഒരു പ്രസ്താവന കൂടി നടത്തിയിരിക്കുന്നത്, വിവാദ പ്രസ്താവന കൂടി നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഈ പാർട്ടി ചർച്ചകളെ പറ്റി പറഞ്ഞു പോകുമ്പോൾ അംഗങ്ങൾക്ക്, പാർട്ടി സഖാക്കൾക്ക് സ്വതന്ത്രവും നിർഭയവുമായി അഭിപ്രായം പറയാൻ അവസരം ഒരുക്കണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രതിനിധിയെ സംസാരിക്കുമ്പോൾ സംസ്ഥാന കമ്മിറ്റി മുതൽ താഴേക്കുള്ള ഘടകങ്ങളോട് അദ്ദേഹം നിർദ്ദേശം നൽകുകയാണ്. അതായത് സ്വതന്ത്രവും നിർഭയവുമായി സംസാരിക്കാൻ അവസരമൊരുക്കണം. അത് ധ്വനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ MV ഗോവിന്ദൻ അത് ബോധപൂർവ്വം പറഞ്ഞാണോ അല്ലേ എന്ന് വ്യക്തമല്ല. എന്തായാലും അദ്ദേഹത്തിന്റെ ആ പരാമർശം കേൾക്കുമ്പോൾ ആർക്കും മനസ്സിലാകുന്നത് ഇതുവരെ CPMൽ അങ്ങനെ സ്വതന്ത്രവും നിർഭയവുമായി അഭിപ്രായം പറയാൻ അവസരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. CPMന്റെ ഭരണഘടനയുടെ വകുപ്പ് 21 ഉൾപാർട്ടി ചർച്ചകളെ കുറിച്ചാണ് പറയുന്നത്. അത് ഇപ്രകാരമാണ്: പാർട്ടിയിലാകെ വിവിധ ഘടകങ്ങളിലും സംഘടനകളിലും പാർട്ടി നയത്തെപ്പറ്റി സ്വതന്ത്രവും കാര്യമാത്ര പ്രസക്തവുമായ ചർച്ചകൾ നടത്തുന്നത് പാർട്ടിയെ ഏകീകരിക്കുന്നതിന് പ്രയോജനപ്രദവും ആവശ്യവുമാണ്. പാർട്ടി അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഉൾപാർട്ടി ജനാധിപത്യത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒഴിവാക്കാനാകാത്ത അവകാശമാണ്. പാർട്ടി ഭരണഘടന തന്നെ അങ്ങനെ പറയുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിക്കുന്ന പാർട്ടി എന്ന ഓരോ സെക്കൻഡിലും നേതാക്കൾ പ്രസംഗിക്കുമ്പോൾ ഉൾപാർട്ടി ചർച്ചകളിൽ എന്തും പറയാം. അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ആർക്കെതിരെയും, സംസ്ഥാന സെക്രട്ടറിക്കെതിരെയോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിക്കെതിരെ പോലും പറയേണ്ട കാര്യങ്ങൾ പാർട്ടി കമ്മിറ്റികളിൽ സഖാക്കൾക്ക് നിർഭയം പറയാമെന്ന് CPM നേരത്തെയും പറയുന്നതാണ്. പക്ഷേ ഇന്ന് MV ഗോവിന്ദന്റെ ഈ പരാമർശം കേൾക്കുമ്പോൾ ഇത്രയും നാൾ CPMൽ അതിന് കഴിഞ്ഞിരുന്നില്ലേ, അങ്ങനെയുള്ള അഭിപ്രായങ്ങളെങ്കിലും, അങ്ങനെ കഴിഞ്ഞിരുന്ന അഭിപ്രായമെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനിടയ്ക്കാണ് അദ്ദേഹം വന്ന് ഈ വാർത്താ സമ്മേളനം നടത്തുന്നത്. അതിലെങ്കിലും അത്തരം നിർദ്ദേശങ്ങൾ, അത്തരം വിമർശനങ്ങൾ ആരും ഉന്നയിച്ചു എന്ന സംശയം ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ് MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അവലോകന ചർച്ചകളിൽ സഖാക്കൾക്ക് സ്വതന്ത്രവും നിർഭയവുമായി അഭിപ്രായം പറയാൻ അവസരം ഒരുക്കണമെന്ന നിർദ്ദേശം സംസ്ഥാന സെക്രട്ടറി നൽകുമ്പോൾ ഇതുവരെ CPM എന്ന ഈ ജനാധിപത്യ സംഘടനയിൽ അത്തരമൊരു അവസരം ഉണ്ടായിരുന്ന ചോദ്യം കൂടിയാണ് ഉയർന്നു വരുന്നത്. രേണുക, തീർച്ചയായും അരുൺ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം ഉയർന്നു കേട്ടത്, തെരഞ്ഞെടുപ്പിന് ശേഷവും ഉയർന്നു കേട്ടത്, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി വരെയൊക്കെ ഉണ്ടാകുന്ന ഈ ചർച്ചകളിലൊക്കെ കോൺഗ്രസിന്റെ സഹയാത്രികരായാലും കോൺഗ്രസ് പ്രവർത്തകരായാലും അവരുടെ വക്താക്കളായാലും എല്ലാം പറയുന്നത് ഇത് ഞങ്ങളുടെ പാർട്ടിയിലെ ജനാധിപത്യത്തെ സൂചിപ്പിക്കുന്നു എന്നതാണ്. അപ്പോൾ അതുമായി കോർത്ത് നോക്കുകയാണ് എങ്കിൽ പാർട്ടിയുടെ ഭരണഘടന തന്നെ ഉറപ്പു നൽകുന്ന അവകാശം ഇതുവരെ പാർട്ടിയുടെ താഴെത്തട്ടിൽ ആർക്കും ലഭിച്ചിരുന്നില്ല എന്നതിന്റെ സൂചനകൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ നൽകുകയാണ്.
വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്ന ഒരു കാര്യമായി ഒരുപക്ഷെ ഈ പരാമർശങ്ങൾ മാറാനും പോവുകയാണ്. അരുൺ, ഇന്ന് CPM-ന്റെ സഹയാത്രികനായിരുന്ന CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ടായിരുന്ന സെബാസ്റ്റ്യൻ പോൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദി എന്നത് പിണറായി വിജയനാണെന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം ഒഫീഷ്യലായി പറഞ്ഞുകൊണ്ടിട്ട ആ സമൂഹ മാധ്യമ പേജിന് താഴെ വന്നിട്ടുള്ള കമന്റുകൾ അത് വലിയ രീതിയിൽ എന്താണ് ഈ തോൽവിയുടെ കാരണങ്ങൾ എന്നത് വ്യക്തമാക്കുന്നതാണ്. അധിക്ഷേപകരമായിട്ടുള്ള കമന്റുകളൊക്കെയുണ്ട്. അപ്പോൾ അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയും ആണ് സംസ്ഥാന സെക്രട്ടറി. അപ്പോൾ ഇങ്ങനെയായ നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ പരാജയത്തിന് ഉത്തരവാദി മുഖ്യമന്ത്രി എന്ന് പറയുന്നു. മുഖ്യമന്ത്രി ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഒരു വരി പ്രതികരണം പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിരവധിയായ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു മാധ്യമങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറിയോട്. എന്തുകൊണ്ട് ഈ വാർത്താ സമ്മേളനം ഇങ്ങനെ ചുരുങ്ങിയ വാക്കുകളിൽ നിന്നു? എന്തുകൊണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായില്ല? പാർട്ടി കമ്മിറ്റികൾ ഉപചാരപൂർവ്വം മാത്രമായി മാറുന്നു, ചടങ്ങുകളായി മാറുന്നു. അതിനപ്പുറത്തേക്ക് വാഴ്ത്തുപാട്ടുകൾ പാടുന്നവർക്ക് മാത്രം പല കാര്യങ്ങളും സാധിക്കുന്ന വിമർശനം കഴിഞ്ഞ കുറേ നാളുകളായി CPM-നെ സംബന്ധിച്ചുണ്ട്. അത് ഏറെക്കുറെ അത് ശരിവയ്ക്കുന്ന തരത്തിലൊരു പരാമർശമാണ് MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇനിമേൽ അങ്ങനെയല്ല, സ്വതന്ത്രവും നിർഭയവുമായ അഭിപ്രായം പറഞ്ഞ സഹാക്കൾക്ക് അവസരം ഒരുക്കണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. ഏതായാലും MV ഗോവിന്ദനെതിരെ കൂടി വലിയ വിമർശനം സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട പാർട്ടി കോട്ടകൾ തകർന്നു വീഴുന്ന കാഴ്ചയാണ് CPM ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. കണ്ണൂരിലും കാസർഗോഡുമൊക്കെ അതാണ് സംഭവിച്ചത്. തളിപ്പറമ്പും പയ്യന്നൂരും പോലുള്ള ഒരു കാലത്തും ഒരു കൊടുങ്കാറ്റിലും തകരാത്ത CPM-ന് ഉറച്ച കോട്ടകളാണ് പാർട്ടിയിൽ നിന്നു തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് വരെ CPM-ന്റെ പതാക പിടിച്ച അവിടെ പാർട്ടിയെ നയിച്ച ചില ആളുകൾ വിമതന്മാരായി മത്സരിച്ച് പിടിച്ചെടുത്തത്. ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ടാണ് ഈ 2 മണ്ഡലങ്ങളിലും മാത്രമായി ഇത്തവണ UDF സ്ഥാനാർത്ഥിക്ക് അധികമായി കിട്ടിയത്. ആ വോട്ടുകൾ തീർച്ചയായും പോയത് CPM-ൽ നിന്നാണ്. അവിടുത്തെ പ്രാദേശിക നേതാക്കൾ അത് തുറന്ന് സമ്മതിക്കുന്നു, പ്രവർത്തകർ അത് അംഗീകരിക്കുന്നു. എന്നാൽ CPM-ന് സംസ്ഥാന നേതൃത്വം ഇതുവരെ അത് അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എന്തുകൊണ്ട് അത്തരം ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തോട് ഞാൻ അവസാനം ചോദിച്ച ചോദ്യം അത് തന്നെയാണ്. എന്താണ് കണ്ണൂരിൽ സംഭവിച്ചത്? അത് പരിശോധിച്ച് പറയാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോവുകയായിരുന്നു. സാധാരണ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം വളരെ വിശദമാണ്. പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ CPM-നെ പ്രതിരോധത്തിലാക്കാറുണ്ടെങ്കിൽ പോലും വളരെ സമയമെടുത്ത് അദ്ദേഹം ചോദ്യങ്ങൾക്ക് മറുപടി പറയാറുണ്ട്. ഇന്ന് അദ്ദേഹം വന്നത് ഈ കമ്മിറ്റിക്ക് ഇടയാണെന്നുള്ളത് ഒരു വസ്തുതയാണ്. സാധാരണ ഉച്ചവരെയാണ് സംസ്ഥാന സെക്രട്ടറി യോഗങ്ങൾ ചേരാറുള്ളത്. സംസ്ഥാന കമ്മിറ്റി തുടർന്ന് നടക്കുന്നതിൽ മാത്രമേ ഒരു മുഴുവൻ ദിവസ സെക്രട്ടറി യോഗം സാധാരണ ചേരാറുള്ളൂ. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും 3 മണിക്ക് വീണ്ടും ഉച്ചഭക്ഷണ ശേഷം കമ്മിറ്റി ചേരാൻ തീരുമാനിച്ചു. ആ കമ്മിറ്റിയുടെ ഇടവേളയിലാണ് അദ്ദേഹം 4 മണിക്കാണ് മാധ്യമങ്ങളെ കാണാനെത്തിയത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും MV ഗോവിന്ദന് മുമ്പാകെ നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു, സമൂഹത്തിന്റെ നിരവധി സംശയങ്ങളുണ്ടായിരുന്നു. 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ 110 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഏത് സാഹചര്യത്തിലും കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ഭരണം പിടിക്കുമെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി ആദ്യം പറഞ്ഞുപോയ ചില വളരെ പ്രാഥമികമായ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു പ്രതികരണം മാത്രമാണ് നേരത്തെ നടത്തിയത്. അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി ചേർന്ന ശേഷവും എന്തുകൊണ്ട് തോറ്റു എന്ന കാര്യത്തിൽ, കണ്ണൂരിൽ പാർട്ടി കോട്ടകൾ ഇങ്ങനെ പൊളിഞ്ഞു വീണു എന്ന കാര്യത്തിൽ, എന്തുകൊണ്ട് പാർട്ടിയുടെ എക്കാലത്തെയും ശക്തി കേന്ദ്രങ്ങളായ ആലപ്പുഴയും കൊല്ലവും ഒക്കെ CPM-നെ തിരസ്കരിച്ചു എന്ന ചോദ്യത്തിന് കോഴിക്കോട് കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ, എത്രയോ തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് ഒരു MLA പോലും വിജയിപ്പിക്കാനാകാത്ത കോഴിക്കോട് പോലുള്ള ജില്ല CPM ഒറ്റ സീറ്റിൽ ഒതുങ്ങി. അതും കോഴിക്കോട് മാത്രമല്ല, മലബാറിൽ മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിലായി ഒറ്റ ഇടതുപക്ഷ MLA മാത്രമുള്ള ഒരു അത്യസാധാരണമായ സാഹചര്യം. ബേപ്പൂരിൽ വിജയിച്ച CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് റിയാസാണ്. അവിടെയും ഭൂരിപക്ഷം വൻതോതിൽ ഇടിഞ്ഞു. അങ്ങനെയുള്ള അതീവ ഗുരുതരമായ ഒരു തിരഞ്ഞെടുപ്പ് തിരിച്ചടി നേരിട്ട CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിനിടെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ചോദ്യങ്ങൾക്കൊന്നും എന്തുകൊണ്ട് ഇത്ര വലിയ തിരിച്ചടിയിലേക്ക് പോയി? സർക്കാരിനെതിരായ വികാരമാണോ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണം? മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം എന്ന വിമർശനം, അത്തരം കാര്യങ്ങളാണോ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണം? സംസ്ഥാന സെക്രട്ടറിയുടെ ജില്ലയിൽ, സംസ്ഥാന സെക്രട്ടറിയുടെ സ്വന്തം മണ്ഡലത്തിൽ അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യ കൂടിയായ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതും, അവിടെ ധർമ്മടം പോലുള്ള ഏറ്റവും ശക്തമായ ഇടതുപക്ഷ CPM മണ്ഡലത്തിൽ മുഖ്യമന്ത്രി 6 റൗണ്ട് പിന്നിൽ പോയി. അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ
ഭരണവിരുദ്ധ വികാരമാണോ, പാർട്ടി നയങ്ങളോടുള്ള ജനങ്ങളുടെ അവമതിപ്പാണോ, അല്ലെങ്കിൽ ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ വിദ്വേഷമാണോ, അതുമല്ല പാർട്ടി പ്രവർത്തകർ വഴിവിട്ടു പോകുന്ന പാർട്ടിയെ തിരുത്താനായി ഉപയോഗിച്ച വോട്ടുകളായിരുന്നു അത് തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി മറുപടി പറയണമായിരുന്നു. പക്ഷേ അതിനൊന്നും നിൽക്കാതെ അദ്ദേഹം വീണ്ടും സെക്രട്ടറി യോഗത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. 2 മാസം കൊണ്ടാണ് CPM-ന്റെ ഈ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് തയ്യാറാവുക. മെയ് ജൂൺ മാസങ്ങളിലായി കമ്മിറ്റികൾ ചേരാനാണ് ബ്രാഞ്ച് വരെയുള്ള ഘടകങ്ങളോട് CPM നിർദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ആ റിപ്പോർട്ടുകൾ കൂടി ഉൾപ്പെടുത്തിയാകും സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റിയും പിന്നീട് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കുക. ഏതാണ്ട് 2 മാസം നീളുന്ന ഒരു പ്രോസസ്സാണിത്. അതിനുശേഷം മാത്രമാകുമോ ഈ തെരഞ്ഞെടുപ്പിന്റെ തോൽവി കാരണങ്ങളിലേക്ക് CPM കടക്കുക എന്നാണ് ഇനി അറിയേണ്ടത്. ശരി, വി അരുണാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി ആവശ്യമാണ്. പക്ഷേ ആ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്ന CPM സംസ്ഥാന സെക്രട്ടറിയാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ തുടർഭരണം നേടിയ പിണറായി വിജയൻ അജയ്യനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് വാഴ്ത്തപ്പെട്ടിരുന്നത്. പക്ഷേ ഈ തോൽവിയിൽ ഒരു മറുപടി പോലും 2 ദിവസമായി അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞിട്ടില്ല. തോൽവിയിൽ പകച്ചുപോയ, ഭയന്നുപോയ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുകയാണോ എന്ന ഒരു ചോദ്യം കൂടിയാണ് ഈ ദിവസം ഇതുവരെ എത്തുമ്പോൾ പോലും നമുക്ക് തോന്നുന്നത്. എന്തായാലും തെറ്റ് തിരുത്തി മുന്നോട്ട് പോകും, അങ്ങനെയുള്ള ചരിത്രമുണ്ട് എന്നതാണ് പറയുന്നത്. ഉപതെരഞ്ഞെടുപ്പുകളിൽ തോറ്റപ്പോൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ഒന്നും ആ തെറ്റിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്തതാണ് ഇടതുപക്ഷത്തെ ഇത്ര വലിയ ഒരു പരാജയ കുഴിയിലേക്ക് തള്ളിവിട്ടത്. ഇനിയെങ്കിലും ആ തെറ്റുകൾ അവർ മനസ്സിലാക്കട്ടെ, തിരുത്തട്ടെ, മുന്നോട്ട് പോകട്ടെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.